ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ മനസ്സിലാക്കിയ അവന്തിക എത്രയും വേഗം തന്നെ അർച്ചനയുടെ ഇപ്പോഴത്തെ ആ ഒരു സ്റ്റാൻഡ് അതുപോലെ തന്നെ നിലനിർത്തണം. ഗോകുലിന്റെ ഭാര്യയായി എന്നേക്കും ഗോകുലിന്റെ കൂടെ ആ വീട്ടിൽ കഴിഞ്ഞു കൂടുന്നതിന് വേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ ഒരുക്കേണ്ടത്. ഒരിക്കലും അർച്ചനയ്ക്ക് ഒരു തിരിച്ചുവരവ് ഇനി ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ട നീക്കങ്ങളാണ് ഇനി നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടതെന്ന് അവന്തിക തീരുമാനിച്ചു. ഇതിനിടയിൽ അവന്തികയുടെ അരികിലേക്ക് മടങ്ങിയെത്തിയ സന്ദീപ് തന്റെ ഭാര്യ ആതിര തന്നെ തള്ളി പറഞ്ഞതും ഭാര്യയും മകളെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതിന് നിരാശയിൽ നിന്ന സന്ദീപിനോട് അവന്തിക പറഞ്ഞു, എന്നോടുണ്ടായിരുന്ന അതേ വൈരാഗ്യമാണ് ഇപ്പോൾ നിന്നോടും എല്ലാവർക്കും ഉള്ളത്. സത്യത്തിൽ ആതിര പോലും നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. നിന്നെ അവൾ പോലും തള്ളി പറഞ്ഞെങ്കിൽ എത്രത്തോളം അവളുടെ മനസ്സിൽ പോലും അവർ വിഷം കുത്തി വെച്ചിട്ടുണ്ടെന്ന് നീ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ സന്ദീപ് പറഞ്ഞു, ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ആതിരയെയും മോളെയും ഞാൻ താമസിയാതെ തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ഒരു കാര്യം എനിക്ക് തീർച്ചയായി, പണമില്ലാത്തവന് ഈ ലോകത്ത് ഒരു വിലയുമില്ല. പണം ഉണ്ടാക്കുക, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് വലിയൊരു കോടീശ്വരനാകണം, വലിയൊരു മുതലാളിയാവണം എന്നൊരു ആഗ്രഹം സന്ദീപ് പറയുന്നു. ഇതെല്ലാം കേട്ട് അവന്തിക പുഞ്ചിരിച്ചുകൊണ്ട്, നീ എൻ്റെ ഒപ്പം നിന്നാൽ നീ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഞാൻ എത്തിക്കുമെന്ന് അവന്തിക സന്ദീപിന് വാക്ക് നൽകി. അതിനുശേഷമാണ് അർച്ചനയും ഗോകുലും ശോഭയും കൂടി ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയത്. അവര് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിനിടയിൽ അർച്ചനയ്ക്ക് ഇഷ്ടമുള്ള ചില ഷർട്ടുകൾ അർച്ചന ഗോകുലിനായി സെലക്ട് ചെയ്തു. ഇത് വാങ്ങിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും ഇത് എൻ്റെ വക ഗോകുലിനുള്ള ഗിഫ്റ്റ് ആണെന്ന് അർച്ചന പറയുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടോടോ എന്നൊക്കെ ഗോകുൽ അന്വേഷിച്ചു. അങ്ങനെ അവർ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അവിടെ ഷോപ്പിങ്ങിനായി എത്തിയ അവന്തിക ആ കാഴ്ച കണ്ടത്. ഉടനെ അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തി അവന്തിക സംസാരിക്കുമ്പോൾ അവന്തികയെ കണ്ട സന്തോഷത്തിൽ അർച്ചന പറഞ്ഞു, ഞങ്ങൾ അവന്തികയെ വിളിക്കാനായിട്ട് വരികയായിരുന്നു. ഇന്ന് ഗോകുലിന്റെ ബർത്ത്ഡേ ആണ്. അതിന്റെ ഫംഗ്ഷൻ വൈകിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവന്തിക പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ, തീർച്ചയായിട്ടും താൻ വരാമെന്ന് അവന്തിക ഉറപ്പ് നൽകി. അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നതിനിടയിൽ ഗോകുലിന് വേണ്ടി താൻ സെലക്ട് ചെയ്ത ആ കുർത്ത അതൊന്ന് ഗോകുലിന് ചേരുമെന്ന് നോക്കാനായിട്ട് അർച്ചന പറഞ്ഞു വിടുന്നു. അതിട്ട് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ട്രയൽ നോക്കിയിട്ട് വരുമ്പോഴാണ് അവന്തിക അവിടെ വെച്ച് ഗോകുൽ കാണുന്നത്. അവന്തിക ഗോകുലിനെ വിഷ് ചെയ്തതും അതിശയത്തോടെ ഗോകുൽ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തതാണെന്ന് ഗോകുലിനോട് അർച്ചന അറിയിച്ചു. അത് കേട്ടതും അവന്തികയെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം പാർട്ടിയിൽ പങ്കെടുക്കാൻ അവന്തിക എത്തണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും താൻ വരാമെന്ന് അവന്തിക സമ്മതിച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് എല്ലാവരും കൂടി തിരിച്ചു പോകാൻ തുടങ്ങുന്നതിനിടയിൽ ഗോകുലിനോടും അർച്ചനയോടുമായിട്ട് അവന്തിക പറഞ്ഞു, എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി പോയിക്കോ, ഞാൻ അമ്മയും കൂടി വീട്ടിലേക്ക് വന്നോളാം. മോൾക്ക് കുറച്ച് ഡ്രസ്സ് കൂടി സെലക്ട് ചെയ്യാനുണ്ട്. എന്നിട്ട് അമ്മയായിട്ട് ഞാൻ വരാം. എന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്ത് പ്രശ്നം, എന്നാ നിങ്ങൾ രണ്ടുപേരും വന്നോ എന്ന് പറഞ്ഞ് ഗോകുല് അമ്മയെ അവിടെ നിർത്തിയിട്ട് അർച്ചനയും കൂട്ടി ഗോകുൽ അവിടെ നിന്ന് പോരുന്നു. അതിനിടയിൽ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് തിരിച്ചു പോരുന്നതിനിടയിൽ ശോഭ ഗോകുലിന്റെയും അർച്ചനയുടെയും ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ അവർ തമ്മിലുള്ള സന്തോഷവും അടുപ്പവും മോള് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ, എത്രയും വേഗം അവരെ ഒന്നിപ്പിക്കണം, അവർ വിവാഹം നടത്തണം എന്ന് പറയുമ്പോൾ ശോഭ പറഞ്ഞു, അതിന് അർച്ചന സമൃദ്ധിയാണ് സമ്മതിക്കാത്തത്. അതിലെ ഏറ്റവും വലിയ പ്രശ്നം അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലിയാണ്. ഒരു വട്ടം ഞാൻ ആ താലി ഊരി മാറ്റുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അവൾക്ക് എന്തോ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായിരുന്നു. ആ താലി ഊരി വെക്കുക എന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതം നഷ്ടപ്പെടുന്ന ഒരു ചിന്തയാണ് എന്നറിയിച്ചു. അത് കേട്ടതോടെ അവന്തിക പറഞ്ഞു, സമൃദ്ധിയുടെ താലിക്ക് പകരം നമുക്ക് അതേ മോഡൽ വേറൊരു താലി എടുക്കാം, അതല്ലേ നല്ലത്. അതേ മോഡലിൽ തന്നെ ഒരു താലി നമുക്ക് പുതുതായി പണിയിപ്പിക്കാം, എന്നിട്ട് അത് തന്നെയാണെന്ന് അവളെ ധരിപ്പിച്ച് ആ വിവാഹം നമുക്ക് നടത്താമെന്നറിയിച്ചു. അത് കേട്ടപ്പം ഇതുപോലെ വഴിപാടുകളും പൂജകളുമായി നടന്നിട്ടൊന്നും കാര്യമില്ലമ്മേ, കുറച്ച് കുതന്ത്രങ്ങൾ കൂടി നമ്മൾ പ്രയോഗിക്കണം. ഇവിടെ ഇപ്പൊ അമ്മയുടെ ആഗ്രഹം അതായതുകൊണ്ട് മാത്രം ഞാൻ അമ്മയ്ക്കൊപ്പം നിൽക്കുന്നതാണ്, അല്ലാതെ ഇതിൽ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യം വേറൊന്നും ഉണ്ടായിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം മോളെ എന്ന് അവന്തികയോട് ശോഭ അറിയിക്കുന്നു. അങ്ങനെ ശോഭയുടെ ആവശ്യം പോലെ അവന്തിക ശോഭയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഈ വിവാഹം താൻ നടത്തുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ഒടുവിൽ അവന്തിക ചിന്തിച്ചു, ഇനിയിപ്പോ ആ മാല ഊരി മാറ്റുമ്പോൾ എന്താണ് ഇത്രയേറെ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ശോഭ പറഞ്ഞു, ഒരു വട്ടം ആ മാല പൊട്ടി വീണതാണ്. അത് ഞാൻ അന്ന് ഭാഗ്യത്തിന് അതെടുത്ത് അവളുടെ കയ്യിൽ നിർബന്ധപൂർവ്വം മാറ്റിയെടുത്തും അലമാരിയിൽ വെച്ചപ്പോൾ അവൾക്ക് തന്റെ ജീവിതം നഷ്ടപ്പെട്ട പോലെ ഒരു സമനില തെറ്റിയ ഒരാളെ പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. അന്നത്തെ പെരുമാറ്റം കണ്ടപ്പോൾ എനിക്ക് പോലും തോന്നിപ്പോയി അവൾക്ക് ഓർമ്മക്കുറവുണ്ടെന്ന് അവൾ വെറുതെ പറയുന്നതാണോ എന്ന് പോലും. പക്ഷേ ആ താലി എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി വീണ്ടും കഴുത്തിൽ അണിഞ്ഞതിന് ശേഷമാണ് അവളുടെ മനസ്സൊന്ന് ശാന്തമായതെന്ന് അവന്തികയോട് ശോഭ അറിയിച്ചു. എന്തായാലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമുക്ക് ഉടനെ തന്നെ കണ്ടെത്താമെന്ന് അവന്തിക ശോഭയ്ക്ക് വാക്ക് നൽകി. അതിനുശേഷം ശോഭയെ അവന്തികയും കൂടി തിരിച്ച് ഗോകുലിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. അപ്പോഴേക്കും അവിടെ ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി കേക്ക് കട്ടിങ് എന്നുള്ള സമയമായി കഴിഞ്ഞു.
ഗോകുലും അർച്ചനയും ഒരുമിച്ച് നിർത്തി ഒരു ഫോട്ടോ മൊബൈലിൽ പകർത്തിയെടുക്കുകയാണ് അവന്തിക. അങ്ങനെ ഗോകുലിന് ആദ്യത്തെ കേക്ക് പീസ് അർച്ചന തന്നെ എടുത്തു കൊടുക്കാനായി അവന്തിക അറിയിച്ചു. ഗോകുലിന് ആ കേക്ക് കഷ്ണം അർച്ചന വെച്ച് കൊടുക്കുന്നതും അർച്ചനയ്ക്ക് തിരിച്ച് ഗോകുൽ അത് വെച്ച് കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസ് തന്നെ മൊബൈലിൽ പകർത്തി അർച്ചനയും ഗോകുലും തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴം തെളിയിക്കുന്ന തെളിവുകളായി ഒരിക്കൽ തനിക്ക് അത് ഉപയോഗിക്കാമെന്നുള്ള അഹങ്കാരത്തിൽ അവന്തിക ആ ഫോട്ടോയിൽ നോക്കിയിരുന്നു. അതിനുശേഷം എല്ലാവർക്കും കേക്ക് കഷ്ണം ഗോകുൽ നൽകുന്നതിനിടയിൽ ഒരു കേക്ക് പീസുമായിട്ട് അവന്തിക്ക് വേഗം രാജീവിന്റെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. രാജീവ് ഈ സമയത്ത് അവന്തികയുടെ വരവ് ഒട്ടും ഇഷ്ടപ്പെടാതെ അതൃപ്തിയോടെ നോക്കിയിരിക്കുമ്പോൾ അരികിലേക്ക് എത്തിയ അവന്തിക പറഞ്ഞു, ദാ എല്ലാവരും അവിടെ കേക്ക് കട്ട് ചെയ്ത് കേക്ക് പീസ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോ സ്വന്തം ഭാര്യയായ ശിശിര പോലും ഇതെല്ലാം മറന്നുപോയി. പക്ഷെ രാജീവിനെ എനിക്കിങ്ങനെ മറക്കാനാവില്ലല്ലോ. ഇത് ഞാൻ രാജീവിന് കൊണ്ടുവന്നു പറഞ്ഞ് ആ കേക്ക് പീസ് രാജീവിന് നേരെ നീട്ടുകയാണ്. പക്ഷെ രാജീവ് ഇത് കഴിക്കാൻ കൂട്ടാക്കാതെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ അവന്തിക പറഞ്ഞു, ഏയ് ഞാനിതിൽ മായമൊന്നും കലർത്തിയിട്ടില്ല, ധൈര്യമായിട്ട് കഴിക്കാമെന്ന് പറയുമ്പോൾ അവന്തിക അന്ന് തൻ്റെ മെഡിസിനിൽ അന്ന് വിഷം ഇഞ്ചക്ട് ചെയ്ത ആ കാര്യം രാജീവ് ഓർത്തെടുത്തു. രാജീവ് ആകെ ദേഷ്യത്തോടെയും ഭയത്തോടെയും തന്റെ കൈ പതിയെ ഉയർത്താൻ ശ്രമിച്ചു. ഒടുവിൽ തന്റെ ആ വലത് കൈ ഉയർത്തി അവന്തിക തനിക്ക് നേരെ നീട്ടിയ ആ കേക്ക് പീസിന്റെ ആ പ്ലേറ്റിലേക്ക് തട്ടുകയും ആ പ്ലേറ്റ് നിലത്ത് വീണ് ചിന്നിച്ചിതറി. ഈ ശബ്ദം കേട്ടുകൊണ്ട് പുറത്തു നിന്ന ഗോകുലും മറ്റെല്ലാവരും അരികിലേക്ക് ഓടിയെത്തുകയാണ്. അപ്പോഴേക്കും എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവന്തിക പറഞ്ഞു, ഞാൻ രാജീവിനൊരു ഭക്ഷണം കൊണ്ടുവന്നതാണ്. പക്ഷേ രാജീവിന് കൊടുത്ത ആ കേക്ക് പീസ് ആ പ്ലേറ്റ് നിലത്തേക്ക് വീണ് പൊട്ടിപ്പോയി. അതാ ശബ്ദം കേട്ടത്. അതിനിടയിൽ അനങ്ങുകയും ചെയ്തു അതിശയത്തോടെ അവന്തിക അറിയിച്ചു. അവന്തിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഗോകുൽ അരികിലേക്ക് ചെന്ന് രാജീവിന്റെ കയ്യിൽ നോക്കി. കൊള്ളാലോ, മാറ്റം വന്നുവല്ലേ എന്ന് പറഞ്ഞ് രാജീവിന് ഇപ്പൊ സന്തോഷമായല്ലോ എന്ന് ചോദിച്ച് ഗോകുൽ രാജീവിനോട് സംസാരിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചനയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന സച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വളരെ ടെൻഷൻ അടിച്ച കമലമ്മ സച്ചിക്ക് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മോനെ, ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ആ പണിക്കരോടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒന്ന് നോക്കണം. ആ ജ്യോത്സ്യം വന്നിട്ട് ഒന്ന് നോക്കട്ടെ നമ്മുടെ ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും സമയം എങ്ങനെയൊക്കെയാണെന്ന്. സത്യത്തിൽ കണ്ടില്ലേ മോന്റെ ജീവിതം ഇങ്ങനെ. അച്ചു പോയതിനു ശേഷം നമ്മുടെ കുടുംബം ആകെ തകർന്ന അവസ്ഥയിലായില്ലേ. ആതിരയും സന്ദീപും ഇപ്പോൾ ഈ അവസ്ഥയിലും. എന്താണ് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥയെന്ന് ഒന്ന് നോക്കി എന്തെങ്കിലും പരിഹാര മാർഗം ഉണ്ടെങ്കിൽ അത് ചെയ്യാവല്ലോ. മാത്രമല്ല അച്ചുമോളുടെ ബാഗ് കയ്യിൽ കിട്ടിയിട്ടും മോളെ കുറിച്ച് ഒരു ശരിക്കും മോൾക്ക് എന്താ സംഭവിച്ചതെന്നും മോൾക്ക് ഇപ്പോൾ സംഭവിച്ചത് എന്തൊക്കെയാണെന്നും അവളിപ്പോൾ ജീവനോടെ തന്നെ ഉണ്ടോ എന്നും ഒന്നറിയണം. അങ്ങനെ ഒന്ന് ജോത്സ്യനെ കൊണ്ട് വിളിപ്പിച്ച് നോക്കിയാൽ ശരിക്കും സത്യം എന്താണെന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ അച്ചുമോൾക്ക് ജീവനുണ്ടോ അതോ അവൾ നമ്മളെയെല്ലാം ഉപേക്ഷിച്ച് പോയോ, അവൾ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയോ എന്നൊക്കെ ഒന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഇത് കേട്ട് തന്ന സച്ചി ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ അർച്ചനയ്ക്ക് എന്ത് സംഭവിച്ചെന്ന്? ഒന്നുമില്ല, എൻ്റെ അർച്ചനയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അമ്മേ. അർച്ചന തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും എന്ന് ഉറപ്പോടെ സച്ചി അറിയിച്ചു. അങ്ങനെ തന്നെയാണ് അമ്മയും വിശ്വസിക്കുന്നത്. എന്തായാലും നാളെ അയാൾ വരട്ടെ മോനെ എന്ന് പറഞ്ഞ് അവർ അയാളുടെ വരവും കാത്തിരുന്നു. പിറ്റേന്ന് അവിടെ ജോത്സ്യനെത്തുകയും അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ കമലമ്മ സങ്കടത്തോടെ അയാളെ ധരിപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും കബഡി നിർത്തിയിട്ട് അയാൾ പറഞ്ഞു, അർച്ചനയുടെ ബാഗ് കിട്ടിയതുകൊണ്ട് ആ കുട്ടിക്ക് മരണം സംഭവിച്ചു എന്നത് തീർച്ച തന്നെയാണ്. പക്ഷേ അവിടെയും ആ കുട്ടിക്ക് ഒരു പുനർജന്മം ഉണ്ടായിട്ടുണ്ട് എന്നറിയിച്ചു. അത് കേട്ടതോടെ അർച്ചന മരിച്ചു എന്നറിഞ്ഞ് പൊട്ടിക്കരയുകയാണ് കമലമ്മ. പക്ഷെ ഒരു പുനർജന്മം എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ആശങ്കയായി എല്ലാവരുടെയും മനസ്സിൽ. അപ്പോഴേക്കും സച്ചി താൻ കാത്തിരുന്നിട്ട് ഇത്രയും നാളായിട്ടും തൻ്റെ അർച്ചനയെ കാണാത്തതിൻ്റെ നിരാശയോടെ അങ്ങനെ നിൽക്കുമ്പോൾ അവന്തികയുടെ അടുത്തെത്തിയ ശോഭ അക്കാര്യം അവന്തികയോട് പങ്കുവെക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇത്രയും നാളായിട്ടും എൻ്റെ മോളെ അന്വേഷിച്ച് സമൃദ്ധി അന്വേഷിച്ച് ആരും എത്തിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇനി ഗോകുലിൻ്റെ ഒപ്പം ഒരു ജീവിതം തുടങ്ങുന്നതിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ എന്തായാലും എല്ലാ സത്യങ്ങളും സമൃദ്ധി തിരിച്ചറിഞ്ഞിട്ട് എല്ലാ സത്യങ്ങളും സമൃദ്ധിയുടെ ഏറ്റു പറഞ്ഞതിന് ശേഷം ഒരുമിച്ചൊരു ജീവിതം മതിയെന്നാണ് ഗോകുലിൻ്റെ തീരുമാനമെന്ന് ശോഭ അറിയിക്കുമ്പോൾ അവന്തിക പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഒരിക്കലും സംഭവിച്ചുകൂടാ. എല്ലാ സത്യങ്ങളും സമൃദ്ധിയുടെ ഏറ്റു പറഞ്ഞതിന് ശേഷം ഒരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ അങ്ങനെ സാധിച്ചെന്ന് വരില്ല. സത്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തിരിച്ചു പോകാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് സമൃദ്ധി എത്തിയാൽ അവളുടെ പഴയ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ തിരിച്ചു പോകാൻ തുടങ്ങിയാൽ പിന്നെ എന്തായിരിക്കും ഗോകുലിൻ്റെ അവസ്ഥ എന്ന് അന്വേഷിച്ചു. അങ്ങനെ വരുമോ? ഇത്രയും നാളായിട്ടും അന്വേഷിച്ച് വരാത്ത ഭർത്താവും ബന്ധുക്കളും ഇനി അന്വേഷിച്ച് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഭർത്താവ് ഒരുപക്ഷെ ഇപ്പോഴും സമൃദ്ധിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിലോ, സമൃദ്ധിയുടെ തിരിച്ചു വരവിനായി കാത്തിരിക്കുകയാണെങ്കിലോ എന്ന് സംശയത്തോടെ അവന്തിക്ക് ചോദിക്കുമ്പോൾ അങ്ങനെ വരുമെന്നല്ല, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനു മുൻപ് തന്നെ ഗോകുലിൻ്റെയും സമൃദ്ധിയുടെയും വിവാഹം നടക്കണം, കഴിയുമെങ്കിൽ അവർക്കൊരു കുഞ്ഞും ജനിക്കണം, അതാണ് വേണ്ടത് എന്നറിയിച്ചു. അങ്ങനെ ഒരു ആഗ്രഹം കൂടി, അങ്ങനെ ഒരു നീക്കം കൂടി സമൃദ്ധിയുടെ ഭാഗത്തുനിന്ന് അവന്തികയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാമെന്ന് അവന്തിക ഉറപ്പ് നൽകും
തോന്നുന്നു. ഇതിനൊക്കെ ഞാൻ അമ്മയ്ക്കൊപ്പം നിൽക്കുന്നത് അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം മോളെ എന്ന് പറഞ്ഞ് ശോഭ അവന്തികയെ ആശ്വസിപ്പിച്ചു. അതിനുശേഷമാണ് അവന്തികയെ മറ്റൊരു സജഷൻ എല്ലാവർക്കും മുന്നിലേക്കായി വെക്കുന്നത്. ബർത്ത്ഡേ ഫംഗ്ഷൻ തീർന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരോടുമായിട്ട് അവന്തിക പറഞ്ഞു, അതെ ഇന്നിപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്താലോ, ഗോകുൽ എത്ര നാളായി ഇങ്ങനെ സമൃദ്ധ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു ട്രിപ്പ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്താൽ എന്താ? നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു ഫാമിലി ട്രിപ്പാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വന്നൂടെ? വെറുതെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ടാണ് സമൃദ്ധ ഇങ്ങനെ മൂഡ് ഓഫ് ആയി ഒരു വീട്ടിലിങ്ങനെ അടച്ചുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടി ഇടയ്ക്കൊക്കെ ട്രിപ്പ് പോകുന്നത് ആ മൈൻഡ് ഒന്ന് റിലീഫ് ആവും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അർച്ചനയുടെ മുഖത്തേക്ക് നോക്കിയ ഗോകുൽ, അങ്ങനെ ഒരു താല്പര്യം അർച്ചനയ്ക്കുണ്ടോ എന്ന രീതിയിൽ സമൃദ്ധിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്കും ഗൗരിമോൾക്കും ഒക്കെ താല്പര്യമാണെങ്കിൽ നമുക്ക് പോകാം ഗോകുൽ എന്ന് അർച്ചന സമ്മതിച്ചു. അങ്ങനെ അവന്തിക തന്നെ അതിനുവേണ്ടിയുള്ള ഒരു ട്രിപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തയ്യാറെടുക്കുന്നു. അക്കാര്യം രാജുവിനടുത്തെത്തി ഗോകുൽ പറയുകയാണ്. അവന്തിക തന്നെ നമ്മുടെ ഫാമിലിയെ മൊത്തത്തിൽ ഒരു ട്രിപ്പിനായിട്ട് റെഡിയാക്കിയാണെന്നും അവന്തികയുടെ തന്നെ തീരുമാനമാണെന്നും അവന്തിക തന്നെയാണ് അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങൾ നടത്തുന്നതെന്നും അതുകൊണ്ട് ഒരു ട്രിപ്പ് പാക്കേജുമായിട്ട് ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നും രാജീവിനെയും ശിശിരയും കൂടി ഞങ്ങൾ അത് നമ്മളോടൊപ്പം കൂടെ കൂട്ടുമെന്നും രാജീവിന് വാക്ക് കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഗോകുലിൻ്റെ ആ സന്തോഷവും ഗോകുലിൻ്റെ ശുദ്ധമായ മനസ്സിൽ നിന്ന വാക്കുകളും കേൾക്കുമ്പോൾ രാജീവിൻ്റെ മനസ്സിൽ വല്ലാത്ത ആശങ്കയായി. എന്തേ ഒരു ഹിഡൻ അജണ്ട ഇതിന് പിന്നിലുണ്ട് അവന്തികയ്ക്കെന്ന് രാജീവ് തിരിച്ചറിഞ്ഞു. ഇനി എന്താണ് അതിൻ്റെ പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്നും അവന്തിക എന്തെങ്കിലും തനിക്ക് നേട്ടമില്ലാതെ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിലെ ഒളിച്ചിരിക്കുന്ന ആ ഗൂഢ ലക്ഷ്യത്തെക്കുറിച്ച് ആലോചിച്ച് രാജീവ് ആശങ്കപ്പെട്ടു.